പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, ദൈവസന്നിധിയുടെ കാലമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് യേശു മലമുകളിൽ ഇരുന്ന് ലോകത്തിന് നൽകിയ അത്ഭുതകരമായ സന്ദേശമാണ്. സുവിശേഷ ഭാഗ്യങ്ങൾ. യേശു പറയുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ക്രിസ്മസിൽ പുൽക്കുടലിൽ ജനിച്ച ആ ശിശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. ദൈവത്തിന്റെ അനുഗ്രഹം ഏറ്റവും ലളിതരായവരിലേക്കാണ് വരുന്നത്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ബേത്ലഹേമിന്റെ രാത്രിയിൽ ദൈവം മനുഷ്യന്റെ കണ്ണുനീർ കണ്ടു. ക്രിസ്മസ് നമ്മോട് പറയുന്നു, നിങ്ങളുടെ വേദന ദൈവം കാണുന്നു, ആശ്വസിപ്പിക്കാൻ അവൻ വരുന്നു. ശാന്തശീലർ ഭാഗ്യവാന്മാർ. ഗോശാലയിലെ യേശുവിന്റെ ജനനം ശക്തിയും കഠിനതയുമല്ല, സൗമ്യതയും സ്നേഹവുമാണ് ദൈവത്തിന്റെ വഴിയെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. നീതിക്കായി വിശപ്പും ദാഹവും സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവപുത്രൻ ലോകത്തിൽ വന്നത് പാപത്തെ തോൽപ്പിക്കാനും നീതിയും കാരുണ്യവും കൊണ്ടുവരുവാനുമാണ്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. ക്രിസ്മസ് ഏറ്റവും വലിയ കരുണയുടെ ഓർമ്മപ്പെടുത്തലാണ്. ദൈവം പാപിയായ മനുഷ്യനെ ഉപേക്ഷിച്ചില്ല, പകരം സ്വപുത്രനെ അയച്ച് നമ്മെ ഉയർത്തി. പ്രിയരെ, ക്രിസ്മസ് ആഘോഷം ലൈറ്റുകളുടെയും ഗാനങ്ങളുടെയും മാത്രമല്ല, സുവിശേഷ ഭാഗ്യങ്ങൾക്കനുസൃതമായി ജീവിക്കാനുള്ള ഒരു ക്ഷണമാണ്. സൗമ്യത, കരുണ, സമാധാനം, നീതി, സ്നേഹം ഇവയാണ് കാലിത്തൊഴുത്തിൽ പിറന്നുകൊണ്ട് യേശു നമ്മെ പഠിപ്പിക്കുന്ന യഥാർത്ഥ വഴികൾ. ഈ ക്രിസ്മസിൽ സുവിശേഷ ഭാഗ്യങ്ങളുടെ പ്രകാശം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലും ഭവനങ്ങളിലും വന്നു നിറയട്ടെ. ദൈവത്തിന്റെ സമാധാനം എന്നും നമ്മോടൊപ്പം ഉണ്ടാവട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ.